പ്രിയ സ്നേഹിതരെ, ബൈബിളിന് അതിലാവണ്യം നിറഞ്ഞ വചനഭാഷയിൽ ധാരാളം പ്രതീകങ്ങളുണ്ട്. ക്രിസ്തുവിന് ചേർന്ന പ്രതീകങ്ങൾ നിരവധിയാണ്. അതിലൊന്ന് കുഞ്ഞാട. പിശാചിനുമുണ്ട് പ്രതീകം, അത് സർപ്പമാണ്. വിഷം ചീറ്റുന്ന പ്രാണെടുക്കുന്ന അപകടജീവി. സർപ്പമെന്ന വാക്ക് തന്നെ ഭീതി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കുഞ്ഞാട് നിഷ്കളങ്കതയുടെ, നിസ്സഹായതയുടെ, നിർമ്മലതയുടെ, ഓമനത്വമുള്ളൊരു വാക്കാണ്. ക്രിസ്തുവിനിടങ്ങുന്ന വർണ്ണന തന്നെയാണത്. ഏഷ്യ ദിഗദേശ വാക്കുകൾ ക്രിസ്തു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ്. സ്നാപകണം വർണ്ണിക്കുന്നത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന. വെളിപാട് പുസ്തകം 30 പ്രാവശ്യമെങ്കിലും ക്രിസ്തു കുഞ്ഞാടാണെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്ന ക്രിസ്തു പെസഹ കുഞ്ഞാടാണെന്ന. അതെ, ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ ദൈവം അയച്ച 10 മഹാമാരികളിൽ അവസാനത്തേത്. ഈജിപ്തുകാരുടെ എല്ലാ ആദ്യജാതന്മാരെയും സംഹരിക്കുവാനുള്ള കൽപ്പനയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തെ അതിൽ നിന്ന് രക്ഷിച്ചത് അവർ വീടിൻ്റെ കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടിയ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളത്തല. ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, മാനവത്വം മുഴുവനും ശിക്ഷാവധിനെ രക്ഷിക്കുവാൻ ദൈവം കരുതി വെച്ച പെസഹ കുഞ്ഞാട് ക്രിസ്തു തന്നെയാണ്. കുരിശിൽ അവൻ ചൊരിഞ്ഞ രക്തത്തിൻ്റെ സംരക്ഷണത്താലാണ് ദൈവം അനുദിനം നമ്മെ വിധിക്കാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്, കുഞ്ഞാട് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണമെന്ന്. ഒരു വയസ്സുള്ള ആടെന്ന് വെച്ചാൽ ഒരുപാട് മുതിർന്നതോ വളരെ കുഞ്ഞോ ആകരുതെന്നർത്ഥം. ക്രിസ്തു ഉണ്ണീശു ആയിരിക്കെ കാലിത്തൊഴുത്തിലല്ല, വാർദ്ധക്യത്തിൽ രോഗക്കിടക്കയിലുമല്ല, നിറയൗവനത്തിൽ കാൽവരിയിലെ കുരിശിലാണ് ബലിയായിട്ട് മാറിയത്. ഊനമറ്റതെന്ന് വെച്ചാൽ കുറവോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടായിരിക്കണമെന്ന്. ഏതൊരു മനുഷ്യനെയും പോലെയും പ്രലോഭനമിട്ട് കടന്നു പോയിട്ടും അവൻ അപരാധം ചെയ്തില്ല. അവൻ വിധിച്ച പീലാത്തോസ് പോലും പ്രഖ്യാപിച്ചത് അവന് ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന. കോലാടുകളിൽ നിന്നോ ചെമ്പരാടുകളിൽ നിന്നോ തിരഞ്ഞെടുത്ത ആട്ടിൻകുട്ടി മുട്ടനായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. കന്യാമെന്ന് ജനിച്ച പുത്രനാണ് ക്രിസ്തു. ആടിൻ്റെ അസ്ഥി ഒന്നും മുടിക്കരുതെന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കടങ്ങാലുകൾ റോമൻ പടയാളി ഒടിച്ചില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ഇസ്രായേൽ ജനം ആട്ടിൻകുട്ടിയെ സന്ധ്യയ്ക്ക് കൊല്ലണമെന്ന കൽപ്പിച്ചത്. അവനെ കുരിശിച്ച സമയം സന്ധ്യയായിരുന്നില്ല, എന്നിട്ടും സൂര്യൻ ഇരുണ്ടുപോയി. അങ്ങനെ സന്ധ്യയുടെ പ്രതീതിയുണ്ടാക്കി. ഇസ്രായേൽ കുടുംബങ്ങൾ അവരുടെ വീട്ടിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ചത്. അവൻ്റെ ബലിദാനം സമസ്ത ലോകത്തിന് വേണ്ടിയായിരുന്നു, ആരെയും ഒഴിവാക്കിയില്ല. അതേ, ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിനുള്ള ബലിക്കുഞ്ഞാട് തന്നെയാണ്. സർപ്പമായി വന്ന് ജീവനെടുക്കാനല്ല, കുഞ്ഞാടായി വന്ന് ജീവൻ സമർപ്പിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. പെസഹ കുഞ്ഞാടായ ക്രിസ്തുവെ, നിന്റെ തിരുരക്തത്തെ കഴുകി ഞങ്ങളുടെ ആത്മാവിനെ ആസന്നമായ ശിക്ഷാവധിയിൽ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.